അമേരിക്കൻ പ്രസിഡന്റ് 100% ടാരിഫ് ബ്രാൻഡഡ് ആയിട്ടുള്ള ജനറിക് മെഡിസിൻ്റെ മുകളിലടിച്ചു. ഒക്ടോബർ 1 മുതൽ അത് പ്രാബല്യത്തിൽ വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് പോയിന്റുകളുണ്ട്. അതായത് നമുക്കെതിരെ പ്യൂണിറ്റീവ് ടാരിഫും റെസിപ്രോക്കൽ ടാരിഫും വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ചില ഒപ്പീനിയൻ മേക്കേഴ്സ് ഇന്ത്യൻ മീഡിയക്കകത്ത് അവരെഴുതിയ ചില ആർട്ടിക്കിൾസ് ഞാൻ കണ്ടു. എന്തുകൊണ്ട് ഇന്ത്യക്ക് അമേരിക്കയിലോട്ട് പോകുന്ന ഫാർമ സെക്ടറിലുള്ള മെഡിസിൻ നിർത്തിക്കൂടെ, അമേരിക്ക പാഠം പഠിക്കും. നിങ്ങൾ കണ്ടു കാണും ഇതേപോലെയുള്ള ആർട്ടിക്കിൾസും സോഷ്യൽ മീഡിയയിലും ഇതേ തള്ളായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, അമേരിക്ക ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വേറെ സംഭവങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ IT കമ്പനികൾ ഇവിടുന്ന് മാറ്റാൻ അവർക്കതൊരു 10 ദിവസം കൊണ്ട് അവർക്കത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ സമ്പന്ന രാഷ്ട്രമാണ് അമേരിക്ക. എന്താ ഫാർമയുടെ ഇഷ്യൂ എന്താ ഉണ്ടായത്? അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു, ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്, അതായത് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം അമേരിക്കയിൽ കൊണ്ടുവരണം. ഈ ടാരിഫ് ലോകത്തുള്ള എല്ലാ ബ്രിട്ടീഷ്, ഈ പറയുന്ന യൂറോപ്യൻ കമ്പനികൾക്ക്, ചൈനീസ് കമ്പനികൾക്കും ഒക്കെ ബാധകമാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇപ്പം ഏതെങ്കിലും കമ്പനികൾ, അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായി ഏതെങ്കിലും രാജ്യങ്ങൾ അമേരിക്കയിലോട്ട് ഈ സാധനങ്ങൾ അയക്കുന്നില്ല എന്ന് വിചാരിക്കുക. അമേരിക്ക ഓൾറെഡി പോർട്ടറിക്കയിൽ അവിടെ പല ബിസിനസ്സുകാരെയും ചേർത്ത് അവിടെ ഈ കമ്പനികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.